നമസ്കാരം, ഡോക്ടർ വി എക്സ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫോണ്ട് ബുക്കിലേക്ക് എങ്ങനെ ഫോണ്ട് ആഡ് ചെയ്യാം, അതായത് മാക്കിൽ എങ്ങനെ നമ്മുടെ പുതിയ ഫോണ്ടുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോണ്ടുകൾ വേണം. അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫോണ്ടുകളൊക്കെ ഇതൊക്കെ ഫ്രീ ആണ്. ഫോണ്ട്സ് അടിക്കല്ലേ, ഫോണ്ട്സ് ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. നമുക്ക് ഫോണ്ട് ബണ്ടിലിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫോൺ ബണ്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. പോലെ ടോറൻറ്റ് ഫയലുകളിൽ സെർച്ച് ചെയ്യാം. അങ്ങനെ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടോയെന്ന് കിട്ടുമെന്ന് നോക്കാം. ഏതെങ്കിലും സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഈ ഒരു ഫോണ്ടാണ് വേണ്ടത്, ഡൗൺലോഡ് കൊടുക്കുക. ഇതാണ് കേട്ടോ ഡൗൺലോഡ്. അതുപോലെ ഓരോ സൈറ്റിൽ ഓരോ ഡൗൺലോഡുകൾ ഉണ്ടാവും, നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഫോണ്ട് ഡൗൺലോഡായി. ഇതാണ് ഡൗൺലോഡായ ഫോണ്ട്. അപ്പോൾ എനിക്കിവിടെ ജസ്റ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫയലാണ് ഇപ്പോൾ ഡൗൺലോഡായ. അപ്പോൾ ഈ ഫോണ്ടിനെ ഇനി നമുക്ക് മാക്കിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്നെങ്കിൽ ലോഞ്ച് പാഡിൽ പോയിട്ട് നമ്മുടെ അതർ എന്നുള്ള ഒരു ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫോണ്ട് ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഫോണ്ട് ബുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരുപാട് ഫോണ്ടുകളൊക്കെ ഉണ്ടായി. നമുക്ക് പ്രത്യേകം തരംതിരിച്ചെടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പ്ലസ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ലൈബ്രറി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനവിടെ ന്യൂ ഫോണ്ട് നടിക്കല്ലേ. അപ്പോൾ നമുക്ക് ന്യൂ ഫോണ്ട് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ന്യൂ ഫോണ്ടില്ലേ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണിക്കും. ഓക്കെ, ഫോണ്ട് ആഡ് ആയി കണ്ടോ. ഇതിൽ ഇനി നമുക്ക് ഇതൊന്ന് സൂം ചെയ്ത് കാണണമെങ്കിലൊക്കെ ചെറിയ ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമ്മൾ നോക്കില്ല എന്തായാലും. ഇനി നമുക്ക് ഈ ഫയൽ വർക്കിംഗ് ആണോ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് വന്നോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഫോട്ടോഷോപ്പ് അതുപോലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചാണെങ്കിൽ ഒരു പക്ഷേ ഫോണ്ട് വരാതിരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ സിസ്റ്റത്തിലൊന്നും വരുന്നില്ല, എന്നാലും എന്ത് ചെയ്യുക, റിസ്ക് എടുക്കേണ്ട, ഒന്ന് ഓഫാക്കിയിട്ട് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നോക്കിയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓഫാക്കിയിട്ട് വീണ്ടും ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോനെ നമ്മൾ ആ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം എന്താ പറയുക, ഈ ഒരു ഫോട്ടോ ഈ ടെംപ്ലേറ്റ് എങ്ങനെ ചെയ്തെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക, ആവശ്യമുള്ളവർ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവുമെന്ന് നിങ്ങൾക്കറിയാം, ഫോണ്ട് മാറ്റുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഫോണ്ടിൻ്റെ പേരൊന്ന് അടിച്ചു നോക്കാം. എന്തായിരുന്നു എൻ്റെ പേര്, ബ്യൂട്ടി എന്തോ അല്ലായിരുന്നു, നോക്കട്ടെ ഒരു മിനിറ്റ്. ഈ ഒരു പേരാട്ടോ നോക്കണ്ടേ, നാച്ചുർ ബ്യൂട്ടി എന്നുള്ള പേരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ഇവിടേക്ക് തന്നെ വരിക, ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, നാച്ചുർ ബ്യൂട്ടി ഇതല്ലേ സംഭവം. ഓക്കെ, സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ. കാണാൻ വലിയ ഗുമ്മൊന്നുമില്ല, കാണാൻ വലിയ സ്റ്റൈലൊന്നുമില്ല, പോട്ടെ, അതിൻ്റെതായ സ്റ്റൈൽ അതിനുണ്ട്, എല്ലാത്തിനും ഓരോ സ്റ്റൈലില്ലേ. ഓക്കെ, ഞാനിത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഫോണ്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.